നമ്മളെപ്പോഴും രാഷ്ട്രീയ കാര്യവും മോട്ടിവേഷനും ഒക്കെ ആയിട്ട് നടക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ അമ്മച്ചിക്ക് വേറെ ജോലിയൊന്നുമില്ലേ, എപ്പോഴും ഞങ്ങളെ ഇനി എന്തിനാണ് ഇങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചിലർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം പറയാം. എനിക്കിഷ്ടപ്പെട്ട ഒരു നക്ഷത്രമാണ് തിരുവാതിര, എൻ്റെ തന്നെയാണെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ തിരുവാതിര നക്ഷത്രം എന്ന് പറയുമ്പോൾ നല്ല തീക്കട്ട പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ്. ആക്ച്വലി അതൊരു ബ്ലാക്ക് ഹോളായിട്ട് മാറിക്കഴിഞ്ഞു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ. ശിവൻ്റെ നക്ഷത്രമാണ് തിരുവാതിര. തിരുവാതിര നക്ഷത്രമുള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇതിലെന്തെങ്കിലും ക്യാരക്ടർ നിങ്ങളുണ്ടോയെന്ന്. നിങ്ങൾക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമായിരിക്കും, അതുപോലെ തന്നെ എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ എന്ത് ജോലി ചെയ്താലും വർക്കഹോളിക് ആയിരിക്കും, ആത്മാർത്ഥതയോടെ ചെയ്യണം. നിങ്ങൾക്ക് അതിലൊരു ഇങ്ങനെ അങ്ങനെ പോകാനായിട്ട് ഇഷ്ടം കാണില്ല. അതുപോലെ നിങ്ങളുടെ സ്വഭാവം ഭയങ്കര ഹൃദ്യമായിരിക്കും, എല്ലാവരും ആകർഷിക്കും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് കൂട്ടുകാർ കൂടുതൽ. പിന്നെ ചെറിയ കാര്യം മതി ഭയങ്കര സെൻസിറ്റീവാണ്, പെട്ടെന്ന് ദേഷ്യം വരും, മാറും. അതുപോലെ തന്നെ ഈ എപ്പോഴും നമ്മൾ നോളേജ് കിട്ടണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എവിടുന്ന് നോളേജ് കിട്ടിയാലും, ഞാൻ ഹോമിയോപ്പതി ഡോക്ടറാണെങ്കിലും ഞാനൊരിക്കൽ ഒരു പൊന്മുടിയിലേക്ക് പോകുന്ന ആദിവാസി ആ ഊരിനടുത്ത് ഒരു ക്ലിനിക്കിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അപ്പോഴും അവർ കൊണ്ടുവരുന്ന നോളേജ് ഞാൻ എഴുതി കുറിച്ച് വയ്ക്കും, ചെടികളുടെ പേര് വെച്ച്. അതുപോലെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ എന്നെക്കാൾ അറിവുള്ളവരാണെങ്കിൽ അവർ കൊണ്ടുവരുന്ന നോളേജ് ഞാൻ കുറിച്ച് വയ്ക്കും. അതങ്ങനെയാണ്. പക്ഷേ നമുക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്നിക്കൂടുതൽ ലക്ഷ്യം. അതെനിക്കിപ്പോൾ ഇല്ല, പണ്ട് ഒരു ചെറുപ്പകാലത്ത് ടെന്നീസ് പ്ലെയർ ആവണം, സിനിമാ നടിയാവണം, അതിൻ്റെ ഒപ്പം എനിക്ക് MBBS ആയിരുന്നു ഇഷ്ടം, MBBS കിട്ടണം, അതിൻ്റെ കൂടെ തന്നെ പൊളിറ്റിക്സ് കാണാം, അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ, ആക്ട്രസ് ആണ്, അങ്ങനെ ഒത്തിരിയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പിന്നെ അതൊക്കെ മാത്രമല്ല, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ ചിലപ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ നടന്നു എന്ന് വരാം. പിന്നെ വേറെ ഇവർക്കുള്ള പ്രശ്നം കൂട്ടുകാരുമായിട്ട് അധികം അങ്ങ് ഹൃദയം തുറന്നു കൊടുക്കാതിരിക്കുക, കാരണം അവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേദന ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പൊതുപ്രവർത്തനത്തിൽ, ഇപ്പോൾ രാഷ്ട്രീയത്തിലോ പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീഡിയ അങ്ങനെയൊക്കെ പൊതുപ്രവർത്തനം, സോഷ്യൽ വർക്ക്, ഞാൻ സോഷ്യൽ വർക്കറായിരുന്നു, പൊതുപ്രവർത്തനത്തിനാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. പിന്നെ വേറെ കുറച്ച് നെഗറ്റീവ്സ് പറയട്ടെ. ഒട്ടും ഉപകാരസ്മരണയൊന്നുമില്ല. നല്ല ഉപകാരം ചെയ്തവരെടുത്ത് ചിലപ്പോൾ ഈ ചെറിയ കാര്യത്തിന് അവർ പിണങ്ങുമ്പോൾ ഈ ഉപകാരസ്മരണയൊക്കെ അങ്ങ് പോകും. കുറച്ച് അഹങ്കാരമുണ്ട് കേട്ടോ, കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട് അവർക്ക്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്വാർത്ഥത, എനിക്കതിൽ നിന്ന് എന്ത് കിട്ടും, ആ പ്രവൃത്തി ചെയ്താൽ എന്ത് കിട്ടും, അങ്ങനെ ഒരു ചെറിയ ആഗ്രഹം കാണും. പിന്നെ മാത്രമല്ല ചെറുപ്പകാലം ജനിക്കുന്നത് മുതൽ രാഹു ആകട്ടെ കൂടുതൽ വരിക, എല്ലാ അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഏകദേശം ഭയങ്കര അസുഖമായിരുന്നു ഞാൻ ചെറുപ്പത്തിലേക്ക്. പിന്നെ അതൊരു 32-33 വയസ്സ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പുരോഗതി ഉണ്ടാവും. അതുപോലെ വിവാഹം കുറച്ച് താമസിച്ചായിരിക്കും. പിന്നെ വിവാഹത്തിന് ശേഷം നമ്മൾ അങ്ങനെ എത്രത്തോളം സ്നേഹിച്ചാലും അത്ര സ്നേഹം തിരിച്ച് കിട്ടണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ സൗന്ദര്യം കാണും, അതുപോലെ തന്നെ സാമ്പത്തികം, വിദ്യ, ഇതൊക്കെ അവർക്കുണ്ടാവും. ഞാനൊഴിച്ച് ബാക്കി എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. ഇതുപോലെ തന്നെ സ്വന്തം ആൾക്കാർ, സ്വന്തം അച്ഛനും അമ്മയൊക്കെ വിട്ട് വേറെ സ്ഥലത്ത് താമസിക്കാനുണ്ട് ഇവർ. ശരിയാണ്, എൻ്റെ കല്യാണവും ദൂരെയുള്ള സ്ഥലത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ട്രാവലിംഗ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ള സമയം, എൻ്റെ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നു ആഗ്രഹിക്കുന്നു, ലോകത്ത് സഞ്ചരിക്കുന്നു ആഗ്രഹിക്കുന്നു. അതുപോലെ സ്ത്രീകൾ ഭയങ്കര ഈശ്വരവിശ്വാസമാണ്. എനിക്കറിയില്ല, എനിക്ക് ശിവനോടും പാർവതിയോടും അതുപോലെ തന്നെ ക്രിസ്തുവിനോടും മാതാവിനോടും ഭയങ്കരമായ വിശ്വാസമാണ്. എൻ്റെ ആവശ്യത്തിന് അവർ ഓടി എത്തുകയും ചെയ്യും. പിന്നെ ഒരു ചെറിയ കാര്യം പറയട്ടെ, ഗോസിപ്പിംഗ്, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഒരു വിദഗ്ധരാണ് പെണ്ണുങ്ങൾ കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ അധികം ഗോസിപ്പിംഗ് ഇപ്പോൾ പോകാറില്ല, പണ്ടുണ്ടായിരുന്നു, പരദൂഷണത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം എന്ന് വെച്ചാൽ നമ്മളങ്ങ് എന്ത് പറയുക, നമ്മൾ കുടലെടുത്ത് കാണിച്ചാലും അവർ പറയും ചെമ്പരത്തി മാലയാണെന്ന് പറയും പാർട്ട്ണർ. ഇങ്ങനൊരു ഗതികേടുണ്ട്. അതുപോലെ പെണ്ണുങ്ങളാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, നെഗറ്റീവായിട്ടുള്ളതായിട്ട്. പിന്നെ ഈ ആൾക്കാർക്ക് പൂയം, മകം, അതുപോലെ ഉത്രം, ഉത്രാടം, തിരുവോണം ഇവരുമായിട്ട് അത്ര അധികം ഈ കൂട്ട് ബിസിനസ് അങ്ങനെയൊന്നും നടത്താതിരിക്കുകയാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ നക്ഷത്രത്തിൻ്റെ മരം എന്ന് പറയുന്നത് കരിമരമാണ്. പട്ടി വളർത്തുന്ന നല്ലതാണ്. നായയാണ് ഇതിൻ്റെ മൃഗം. അതുപോലെ ചകോരം, ഉപ്പനുണ്ടല്ലോ, നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ ഉപ്പൻ, ചകോരം, അത് ചിലക്കുകയോ അത് വീട്ടിൽ വരികയോ ചെയ്താൽ വളരെ നല്ലതാണ്. 2 ഉപ്പൻ വന്നാൽ വളരെ നല്ലതാണ്. പിന്നെ
വൈഷ്ണവ വർണ്ണമാണ്, ജലമാണ് അവരുടെ ഭൂതം. അപ്പോൾ ഈ വാട്ടറുമായിട്ട് ആർക്കെങ്കിലുമൊക്കെ വെള്ളം ദഹിച്ചു വരുന്നവർക്ക് വെള്ളം കൊടുക്കുക. പിന്നെ മനുഷ്യഗണമാണ്, മനുഷ്യൻ്റെ എല്ലാ നെഗറ്റീവ് ചപലതകളുണ്ടാവും. ശിവൻ നക്ഷത്ര ദേവതയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഹിന്ദുക്കളാണെങ്കിൽ അറിയാം, ശിവൻ ശനി ദശയിലൊക്കെ ഭിക്ഷാടനം ചെയ്തതും ശിവൻ ഭസ്മാസുരന് വരം കൊടുത്തതും അവിവേകികളായിരിക്കും ചാടിക്കേറി വരം കൊടുത്തത്. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? ഈ ഭസ്മാസുരനെ കുറിച്ച് ചോദിച്ച വരം വേറൊന്നുമല്ല, ഞാൻ ആരുടെയെങ്കിലും തലയിൽ കൈവച്ച് അവരെ കൈവച്ചാൽ അവർ ഭസ്മമായിക്കോട്ടെ. എന്നിട്ട് എന്ത് ചെയ്തു? ശിവനങ്ങ് വരം കൊടുത്തു. അവിവേകിയല്ലേ, ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വരം കൊടുത്തു. ശിവൻ്റെ പുറകെ തന്നെ ഇയാൾ പോയി. അവസാനം ശിവൻ ചെന്ന് മഹാവിഷ്ണുവിനെ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടി. അവസാനം മഹാവിഷ്ണു ഒരു സ്ത്രീയുടെ രൂപത്തിൽ പറഞ്ഞു, അവൻ്റെ കൈയെടുത്ത് അവൻ്റെ തലയിൽ തന്നെ വെച്ചു. അങ്ങനെ അവൻ തന്നെ ഭസ്മാസുരൻ ആ ഒരു ഭസ്മമായി തീർന്നു. ആ ഒരു സ്വഭാവം ഈ തിരുവാതിരക്കാരിലുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കും. കേട്ടല്ലോ, ഇത്രയാണ് തിരുവാതിര. പിന്നെ ഇവരുടെ മിഥുനം രാശിയാണ്, അതിനെപ്പറ്റി പിന്നെ പറയാം. ഇത് എനിക്കിഷ്ടപ്പെട്ട നാളായതുകൊണ്ടാണ് പറയുക. തിരുവാതിര നാളിലുള്ളവർക്ക് ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്നതും ശിവനെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നതും പിന്നെ നിങ്ങളുടെ ഇത് ഗ്രഹനില അനുസരിച്ച് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ശുക്രനൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സമയങ്ങളൊക്കെ ആയി. ഇനിയുള്ള കാലത്തൊക്കെ കുറച്ച് നല്ലത് കിട്ടുമായിരിക്കും. ഇതുവരെ ഒന്നും വന്നില്ല, ഇനി കിട്ടുമായിരിക്കും. പിന്നെ എനിക്കുള്ളത് ഞാൻ പറയാമല്ലോ, എനിക്കുള്ളതിലെല്ലാം എനിക്കിപ്പോൾ തൃപ്തിയുണ്ട്. പണ്ടൊക്കെ ഈ പറഞ്ഞ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ ദോഷവും. ഇപ്പോൾ അതൊന്നും എനിക്കില്ല. ഇപ്പോൾ എല്ലാവരും ആർക്കെന്ത് കിട്ടിയാലും എനിക്ക് സന്തോഷിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അത് ഞാൻ മെഡിറ്റേറ്റ് ചെയ്തും എൻ്റെ പ്രായം കൊണ്ടും എൻ്റെ അനുഭവങ്ങൾ കൊണ്ടും ഉണ്ടായതാണ്. അപ്പോൾ ഇന്നത്തെ ഇത് ഇങ്ങനെ ആയിക്കോട്ടെ, വെരി ഡിഫറെൻറ്റ് ടോപ്പിക്. ഓക്കെ.